ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാച്ച് മൂട്ട് അഡ്മിൻ ബൈ അമ്മു. സോ ഇത് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കരുത്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് ആദ്യം നിങ്ങളുടെ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ക്ലാരിഫൈ മീ. We have the Lovers card, the 10 of Wands, and bottom of the deck 5 of Wands. Okay. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കറണ്ട് എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു കണക്ഷൻ ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടർന്ന് പോകേണ്ട രീതിയിലുള്ള ഒരു കണക്ഷൻ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. അത് ഇവിടെ ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ പോലെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ഥാനമില്ല എന്നുള്ളത് ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ആണെന്നുള്ളതാണ്. അത് ആ ഒരു പേഴ്സണ് വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു പേഴ്സൺ ഇപ്പം റിയലൈസേഷൻ, ചില കാര്യങ്ങളിലൊരു തിരിച്ചറിവ് വരുന്ന സമയത്ത് ഒരുപാട് വൈകിപ്പോയി. എന്താണ് ജെന്യൂനായിട്ടുള്ള കണക്ഷനും അതുപോലെ തന്നെ ആരാണ് ഫേക്കെന്നും ആരാണ് ട്രൂ ആയിട്ട് സ്നേഹിച്ചതെന്നും ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കി വരുന്ന സമയത്ത് ഒരുപാട് മാറിപ്പോയി, ഒരുപാട് വൈകിപ്പോയി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 5 ഓഫ് വോൺസ് എനർജി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കാർഡ് നമ്മളോട് ക്ലാരിഫൈ ചെയ്യുന്നത് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഡ്രാമയാണ്, ഒരു നാടകമാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ മറ്റൊരാളോട് പറഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പേഴ്സൺ അറിയാം നിങ്ങളെന്ന് പറയുന്നത് വളരെ ജെന്യൂനാണ്, അതുകൊണ്ടാണ് ഒരുപാട് അവസരങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ള രീതിയിലും ഈ ഒരു പേഴ്സൺ അറിയാം. പക്ഷെ അന്നുള്ള ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങളോട് കുഞ്ഞു കാര്യങ്ങളിൽ കലഹിക്കുക, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഒരു കുഞ്ഞു കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആവാനുള്ള ഒരു പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട്. കാരണം ഒരു ടൈം നിങ്ങളുടെ എഫേർട്ടൊന്നും ഒരു രീതിയിലും മാനിക്കാത്തൊരു വ്യക്തിയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനിൽ അതിൽ നിന്നും മാറി വരുന്നുണ്ട്. പക്ഷേ കുറച്ച് സമയം അല്ലെങ്കിൽ മുന്നോട്ട് പോയി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് ഇപ്പോഴത്തുള്ള ആ ഒരു പേഴ്സൻ്റെ എനർജി പ്രകാരം അവർക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. Please clarify me. We have the Queen of Cups, the 10 of Swords, okay, the 4 of Cups, the Page of Swords, and the 2 of Cups, okay. ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു സമയത്തായിരുന്നു ആ ഒരു പേഴ്സൺ ഒരു വേണ്ട രീതിയിലൊരു പരിഗണന തരാതെ ഒരു അവോയ്ഡ് ചെയ്ത് പോയിട്ടുണ്ടാവുക. അതിൽ നിങ്ങൾ ഒരുപാട് തവണ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന കാര്യങ്ങൾ എന്നെ വല്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു ചെറുതാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിന് വലിയ രീതിയിൽ ഗൗരവമൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ വളരെ ഇമോഷണലി വളരെ വീക്കായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ആ ഒരു പേഴ്സൺ അത് വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, ചിലരുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് വീണ്ടും ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നല്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തിട്ടുണ്ടാകാം ഈ ഒരു പേഴ്സൺ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അറിയാം ചെയ്യുന്ന തെറ്റാണെന്നറിയാം, പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങളത് കണ്ടുപിടിക്കില്ല അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കില്ല എന്നുള്ളതായിരുന്നു ആ ഒരു പേഴ്സൻ്റെ ഒരു ചിന്ത. പക്ഷേ പോകെ പോകെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റൊരാൾ വഴി അറിഞ്ഞിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ആ ഒരു സമയത്തെന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മുന്നോട്ട് മൂവ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്നിട്ടുണ്ടാകാം. ഇവിടെ ഇപ്പോൾ കാണിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു സമയം ഈ ഒരു പേഴ്സണെ എങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നോ ആ ഒരു പോയിന്റിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് മാറി നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്താണ് ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്നും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ലോകം തന്നെ ഈ ഒരു പേഴ്സണ് വേണ്ടി മാറ്റി വെക്കുമായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്. പക്ഷേ ആ ഒരു സമയത്തെന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ മറ്റൊരാളുടെ വാക്കുകളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു, നിങ്ങളെക്കാൾ കൂടുതൽ ഏതെങ്കിലും ഒരു പേഴ്സണോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ആ ഒരു പേഴ്സണ് സത്യം അറിഞ്ഞിട്ടും അല്ലെങ്കിൽ
ഇങ്ങനെ തന്നെ പൊക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നെന്ന് പറയുന്നത് ആ ഒരു പേഴ്സണ് വേണ്ട രീതിയിൽ ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും അതിന് പറ്റാത്ത ഒരു സാഹചര്യം അതിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയാണ്. എന്നീ സിറ്റുവേഷൻസൊക്കെയാണ്. മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവിടെ നിങ്ങൾ ഫേക്ക് അക്കൗണ്ടൊക്കെ വഴി നോക്കുക, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റൊരാളോട് അന്വേഷിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു കൊടുത്ത സ്നേഹത്തിൽ ഇപ്പോഴും സ്റ്റക്കഡായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് ആ ഒരു പേഴ്സണ് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ പിന്തുടരുന്നതായിട്ടാണ് അങ്ങനെയുള്ളൊരു എനർജി ഈ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്ലീസ് ക്ലാരിഫൈ മീ. We have the Star, the Two of Pentacles, the Page of Wands, the Ace of Swords and the Knight of Pentacles. Okay, നിങ്ങൾ അനുഭവിച്ച ഒരു സാഹചര്യം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് വരുന്ന സമയത്താണ് എത്രത്തോളം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സൺ കാരണം വേദനിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നതാണ്. കാരണം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരാത്തിടത്തോളം കാലം അതൊരു കെട്ടുകഥയായിരിക്കും. പക്ഷേ ഈ ഒരു പേഴ്സൺ അത് തിരിച്ച്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് തന്നെ അതേ രീതിയിൽ വന്ന സമയത്താണ് കർമ്മയുടെ ഒരു റോൾ ഇവിടെ എത്രത്തോളമാണ് എന്നുള്ളത് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ കുറേ ടൈം എടുത്ത് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത റിലേഷനാണ്. പക്ഷേ ആ ഒരു പേഴ്സണെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും പോവുക ഒരു നിങ്ങളെന്താ പറയുക, ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അത്രയും നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കി മാറ്റിയ ഒരു സാഹചര്യമായിരിക്കാം എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ബട്ട് ഇതിലൂടെയൊക്കെ നിങ്ങൾ ചിലപ്പം മെല്ലനെയാണെങ്കിലും എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ളതായതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ എടുത്തൊരു തീരുമാനമായിരിക്കാം നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. അത് ആ ഒരു പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാത്തിനും മാറി നിന്ന് ഹീലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈവൻ ദോ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സണ് ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ അത് പറ്റുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോഴും അവിടെ സ്റ്റക്കഡായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈവൻ ദോ ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജിയുള്ള വ്യക്തികളാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളെയും മറക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെയും ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ്. പക്ഷേ ഏതൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളെ അവർ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു പേഴ്സൻ്റെ ലൈഫിൽ വേണ്ട രീതിയിലുള്ള ഒരു സ്ഥാനം പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. തുടക്കത്തിൽ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ കാണുന്നതൊന്നായിരുന്നില്ല സത്യം എന്നുള്ളത് ആ ഒരു പേഴ്സൺ പിന്നീട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ വളരെ മൂവ് ഓൺ ആണ്, ഹാപ്പിയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സണിൻ്റെ സ്ഥാനം തന്നെ ഇതേ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മേ ബി നിങ്ങൾക്കിടയിൽ മ്യൂച്വൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടാകാം നിങ്ങളുടെ ഈ ഒരു പേഴ്സണിനോട്. അപ്പോൾ അത് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആദ്യം അത് അവോയ്ഡ് ചെയ്ത് നടക്കുകയും പിന്നീട് രാത്രിയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നത്. കാരണം അത്രയേറെ ആ ഒരു പേഴ്സണെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഇതാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം. ഇനി നമുക്ക് നിങ്ങളുടെ എനർജീസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ കറൻറ്റ് എനർജീസ്. Universe, please clarify me. The Five of Wands, the Four of Swords, the King of Wands. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ഒരിക്കലും മാറ്റാത്തൊരു ശീലം, അല്ലെങ്കിൽ ആ ഒരു ശീലം അവർക്ക് ഒരിക്കലും മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഹേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്നതെന്ന് വെച്ചിട്ട് ആ ഒരു പേഴ്സൺ അത് മാറ്റാൻ തയ്യാറാവുന്നില്ല. കൂടെ തന്നെ അതിനേക്കാളേറെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു പേഴ്സൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ
ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ ഒരു പേഴ്സൺ അത് ചെയ്തുകൊണ്ടേയിരിക്കുകയല്ല ചെയ്യുക. നേരെമറിച്ച് അത് ക്ലിയറാക്കി അത് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തമ്മിൽ പറഞ്ഞ് മനസ്സിലാക്കി ശേഷം ഒരു ആക്ഷൻ എടുക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അങ്ങനെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെയും ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നിങ്ങളുടെ ജോലിപരമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനിലാണെങ്കിലും വളരെയധികം നിങ്ങളുടെ മെൻ്റൽ പീസിനെ പോലും വളരെ ബാധിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ആണെങ്കിൽ പോലും കുറേ ആൾക്കാരെ ബാധിച്ചിട്ടുണ്ട്. അതായത് ഒരാളോട് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എല്ലാവർക്കും എല്ലാ കാര്യവും എല്ലാവരോടും തുറന്നു പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വെക്കുന്ന വ്യക്തികളാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കാരണം ഒരാളും അല്ലെങ്കിൽ വിഷമിപ്പിക്കരുത് എന്നുള്ള ഒരു മനസ്സാണ് കുറേ ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ നോക്കുന്ന സമയത്ത് ചിലപ്പം നിങ്ങളും ആ ഒരു പേഴ്സണെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാകും, ദൂരത്ത് നിന്ന് മാറി നോക്കുന്നുണ്ടാകാം. അതായത് അവർ ഭയങ്കര ഹാപ്പിയാണ്, അവർ പുതിയൊരു തുടക്കത്തിൽ വളരെ ഹാപ്പിയാണ് എന്നുള്ള നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫിനിക്സ് പക്ഷീനെ പോലെയാണ്. ഫിനിക്സ് പക്ഷി എന്ന് പറയുമ്പോൾ എന്താ, അതായത് ചാരത്ത് നിന്ന് പോലും ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ സ്കോർപ്പിയോൺ എനർജിയാണ്. അതുപോലെ തന്നെ പറയാന്നുണ്ട് അതേ ഒരു എനർജിയിലാണ് ഇവിടെ എനിക്ക് നല്ല സ്ട്രോങ്ലി ആയിട്ട് കാണിക്കുന്നത്. കാരണം എവിടെ നിന്നാണോ അല്ലെങ്കിൽ അവസാനിച്ചെന്ന് കരുതുന്നത് അവിടെ നിന്ന് തുടങ്ങാനാണ് നിങ്ങളുടെ എനർജി നിങ്ങളോട് പറയുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫുൾ കാർഡ് 0 ബിഗിനിങ് ഫ്രം ദ 0 എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പുതിയ തുടക്കം, പുതിയൊരു പേഴ്സൺ, അതുപോലെ തന്നെ എനിക്കൊരാളെയും ബോധിപ്പിച്ച് ജീവിക്കാനില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കണം, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടി, എന്നെ പരിഗണിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഒരു എനർജിയാണ് അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അങ്ങനത്തുള്ള ഒരു കാർഡും കിട്ടിയിട്ടുണ്ട്. 3 കാർഡ്. ഓക്കെ, മെഡിറ്റേഷൻ അതുപോലെ തന്നെ ഹീലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ നിങ്ങളിൽ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു സന്തോഷത്തോടെ ഉള്ള നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. നിങ്ങളുടെ എനർജി നിങ്ങളോട് പറയുന്നത് അങ്ങനെയുള്ളതാണ്. നിങ്ങളുടെ ലൈഫിലെ സ്പാർക്ക് ഒരിക്കലും പോയിട്ടില്ല. ദ വോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത്രയും സ്പാർക്കുള്ള നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്നത് സ്കോർപ്പിയോണ്. നേരത്തെ പറഞ്ഞ സ്കോർപ്പിയോൺ എനർജി കാണിക്കുന്നുണ്ട്. സാജിറ്റേറിയസ്, ലിയോ എനർജി, ഇതൊക്കെ നിങ്ങളുടെയോ അല്ലെങ്കിൽ അവരുടെയോ എനർജീസാണ്. ക്യാൻസർ, ഇതൊക്കെ എടുത്ത് കാണിക്കുന്ന എനർജീസാണ്. അതുപോലെ തന്നെ നമ്പർ 5, 4, 3 ഇതൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനുവരി, ഒക്ടോബർ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂലൈ ഇതൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു നമ്പേഴ്സ് ആവാൻ അല്ലെങ്കിൽ മന്ത് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി വൈസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ, അതായത് ആ ഒരു സ്പാർക്ക് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് അധിക നേരം നിലനിൽക്കില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ലെറ്റ് മീ ചെക്ക് ദ കറണ്ട് ഫീലിങ്സ് ഫോർ യു. നിങ്ങൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്നിട്ട് നമുക്ക് ഫീലിങ്സ് നോക്കാം. ഇത്രയും കാർഡ്സ് വേണ്ട. ഓക്കെ, ദ ടവർ. നിങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലേ? ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒറ്റയാൻ പോരാട്ടം മതി എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. വേണ്ട, ഈ ഒരു സിറ്റുവേഷൻ കൂടുതൽ നിങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിലേറെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നോ പറയേണ്ടിടക്കെ നോ പറയാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ ബിഗ് ടവർ എന്ന് പറയുന്നത് ഒരു ചേഞ്ചസ് ആണ്, ഒരു സ്റ്റോപ്പാണ്. അപ്പോൾ തന്നെ എഗെയിൻ സ്കോർപ്പിയോൺ. വൈ സ്കോർപ്പിയോൺ എനർജി? എന്തുകൊണ്ട് എനിക്കിതിൽ ഒരുപാട് സ്കോർപ്പിയോൺ എനർജി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാരണം ഈ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സമയത്താണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒറ്റപ്പെടുത്തിപ്പോയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കൊരാളെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് ഞാൻ മാത്രമാണ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മാത്രമാണ്, അതിൻ്റെ അപ്പുറം എന്നെ പരിഗണിക്കാത്ത പോയ ഒരു വ്യക്തിയുടെ ആവശ്യമില്ല എന്നുള്ള എനർജിയിലാണ് ഒരുപാട് ആൾക്കാർ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് കുറ്റബോധമുണ്ട്. കാരണം ഞാൻ ഇങ്ങനെയുള്ളൊരു വ്യക്തിക്കാണല്ലോ വീണ്ടും വീണ്ടും സ്നേഹിച്ചു പോയത് അല്ലെങ്കിൽ ചാൻസസ് കൊടുത്തു പോയത് എന്നുള്ളൊരു റിയലൈസേഷനും ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്.
മോർ ഓവർ ഇപ്പോൾ നിങ്ങൾ ബോൾഡായിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ കുറച്ച് ആൾക്കാർ കംപ്ലീറ്റ് നോ എന്നുള്ള, എനിക്കൊരു 60% ആൾക്കാർ നോ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ ഉറച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒറ്റയ്ക്കെങ്കിൽ സമാധാനം വലുതാണ്, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ഒരു എനർജീസാണ് കാണിക്കുന്നത്. കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് ദ വെരി 40% എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോഴുള്ള ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു പേഴ്സൺ ഒരു മാറിയാൽ ഇനി ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതല്ല അർത്ഥം. നേരെ മറിച്ച് വെയിറ്റ് ചെയ്യാം, ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, ഇനി ആ ഒരു പേഴ്സണും റിയലൈസേഷൻ വരുന്നത് അപ്പോൾ വരട്ടെ, അത്രത്തോളം ഞാനിങ്ങനെ നിന്നോളാം എന്നുള്ളതാണ്. നിങ്ങൾ വെയിറ്റിംഗ് എനർജിയിലേക്കാണ് 40%. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ശരിയായിട്ടുള്ള ആൾക്കാരെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സെൽഫിനോട് ചോദിക്കുക, ഇത്രയും നാൾ സഫർ ചെയ്തത് ഞാനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസേർവ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ മാത്രം വീണ്ടും വീണ്ടും അവസരം കൊടുക്കുക. അല്ലാത്തടത്തോളം കാലം നിങ്ങൾക്കിങ്ങനെ അവസരം കൊടുക്കുക, അല്ലെങ്കിൽ അവർ പോവും, അതുപോലെ തന്നെ വീണ്ടും അവസരം കൊടുക്കുക, അവർ പോവും, അങ്ങനെയുള്ളത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സമാധാനവും പ്രധാനമാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ സന്തോഷവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് മാറി വരുന്നു എന്നുള്ളതാണെങ്കിൽ ഓക്കെ, ലെറ്റ് ദം. പക്ഷേ അത് ജസ്റ്റ് ഒരു വാക്കിലാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓൺ ആൻഡ് ഓഫിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത്, അല്ലെങ്കിൽ തൽക്കാല സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൊത്ത ജീവിതത്തിൻ്റെ മുഴുവൻ ജന്മത്തിൻ്റെ സന്തോഷം ഇല്ലാതാക്കരുത്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കുക. റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണെങ്കിലും നല്ല രീതിയിൽ ചിന്തിച്ച് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തീരുമാനം എടുക്കുക മാക്സിമം. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് കാണിക്കുന്ന ഒരു കാര്യം. നമുക്ക് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കി നോക്കാം. We have soulmate connection. This is your soulmate. Getting to know each other. This could be the one. എന്നുള്ള കാർഡും കേട്ടിട്ടുണ്ട്. Explain soulmate card. Getting to know each other with the Man of Pentacles. Okay. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഇത് കുറച്ച് വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ, അല്ലെങ്കിൽ ഇതിനനുസരിച്ച് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാനുള്ള ഒരു ടൈമും കൂടിയാണ് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണ്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ ഒരു തിരിച്ചറിയാനുള്ള ഒരു ടൈമായിട്ട് കണക്കാക്കുന്നതായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഇത് മാനിഫെസ്റ്റ് ചെയ്യുക, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കാണിക്കുന്നുണ്ട്, പോസിബിലിറ്റീസ് കുറച്ച് ആൾക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഇത് ഡെസ്റ്റിനീഡ് ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും സെപ്പറേഷനിലാണെങ്കിൽ പോലും ഇത് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും. കാരണം നമുക്ക് ബോട്ടം കിട്ടിയത് ദിസ് കുഡ് ബി ദ വൺ എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു പേഴ്സണെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതിലുള്ള ഒരു പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സൻ്റെ ഒരു വരവ് നിങ്ങൾക്കിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒരു ന്യൂ റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നടക്കുന്നതിനുള്ള പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട്. ഇനി കുറച്ച് ആൾക്കാർക്ക് ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് വേണം, എനിക്കൊരു ബ്രേക്ക് വേണം, അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്ന് കാണിക്കുന്നു എന്നുള്ളതാണ്. അത് കുറേ ആൾക്കാർക്ക് ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു പുതിയ പേഴ്സൺ എന്നുള്ള രീതിയിലാണ്, ഡൈനാമിക്കിലാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ വളരെയധികം നിങ്ങളൊരു എഫേർട്ട് എടുക്കാതെ നിങ്ങളൊന്ന് മാറി നിന്നാൽ പോലും ചില വ്യക്തികൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സോ ഗൈസ്, ഇതാണ് ഞങ്ങൾക്കുള്ള റീഡിംഗ്. ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിംഗ് കാണുന്നവരെ ബൈ.